ഞാനൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് നടക്കാൻ. കുറച്ച് നേരം നടന്നു എനിക്ക് മതിയായി. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാണ്. മുയലിനെ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കഥയൊന്നുമില്ല. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാൾ, നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു നാട്ടിൽ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അദ്ദേഹത്തെയാണ് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൻ്റെ കല്യാണത്തിന് ഇവരെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു. ബിരിയാണി സൂപ്പറാണ്, പേര് കേട്ട ബിരിയാണിയല്ലേ. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് സൂപ്പർ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ദമ്മ് വെച്ചു. അപ്പോൾ ദമ്മ് വെച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് മൊബൈൽ നോക്കാൻ തോന്നിയിട്ട് ഇങ്ങനെ മൊബൈലിൽ തോണ്ടി റീൽസും വീഡിയോസും ഷോർട്സും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ മനസ്സൊന്ന് ബിരിയാണീൻ്റെ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. മനസ്സ് മാറിയപ്പോൾ എന്തായി, ബിരിയാണി അവിടെ കരിഞ്ഞു പറഞ്ഞാൽ കുറച്ച് കരിച്ചിലല്ല, അടിയിലുള്ള കരിഞ്ഞ മണക്കൊറ്റ മേലെത്തി. അപ്പോൾ എന്താണ്, ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല. തൊട്ടടുത്ത് നല്ലൊരു കിണറുണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പോയി കിണറിലേക്ക് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് എന്താ സംഭവിച്ചത്, കിണറിൽ ചാടിയിട്ട് അയാൾ വിളിച്ചു പറയുകയാണ് കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന്, ബിരിയാണി കരിയാതെ നോക്കണേ, എൻ്റെ ബിരിയാണി കരിയാതെ നോക്കണേന്ന്. അപ്പം ആൾക്കാരൊക്കെ എടുത്തു നോക്കി പറഞ്ഞു, നിങ്ങളുടെ ഒരു ആത്മാർത്ഥത, കിണറ്റിൽ വീണിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ബിരിയാണിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞു, കൊട്ടും കലാശം കഴിഞ്ഞു, എല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം വീടിൻ്റെ ഓണർ പറഞ്ഞു, ചേട്ടാ ഇത്രയും പൈസ നിങ്ങൾ ബിരിയാണി വെച്ചതിന്, അതിൻ്റെ ഡബിൾ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക്. എങ്ങനെ ഇരിക്കണ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷെ ആ സാഹചര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റി തീർക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. കണ്ടില്ലേ, കരിഞ്ഞ ബിരിയാണിക്ക് ത്രിബിൾ മണി. ഓക്കെ, ആലോചിക്കുക ഇതിലെന്താ ഗുണപാടുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, സമയമായി. ബൈ.